സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ദേവിയെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കണം. കാരണം ചിലപ്പോൾ പ്രഭാവതി പറഞ്ഞ് ദേവിക ഇലക്ഷന് നിൽക്കാതിരിക്കാം. അതെന്താ മേഡം അങ്ങനെ? മുമ്പ് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ അവരുടെ താല്പര്യമൊക്കെ മാറും. ഞാൻ പറഞ്ഞിട്ടില്ലേ ത്യാഗരാജ, പ്രഭാവതി തകർക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്. പ്രഭാവതിക്കിപ്പം എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. മേഡം വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ പാർട്ടി പ്രസിഡൻറ്റിനെ കാര്യം വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം കിട്ടുന്നില്ല. അങ്ങനെ നേരിട്ട് പറയാനായിട്ട് ത്യാഗരാജൻ പോകുന്നു. ഭരണപക്ഷത്തിൻ്റെ MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നത് എൻ്റെ ആളാണ് ദേവിക നന്ദൻ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ തൊട്ട് പ്രഭാവതിയുടെ മനസ്സിന് ഒരു സമാധാനമില്ല. ഈ കാര്യങ്ങളെല്ലാം ഭാർഗവിയോട് പറയുന്നുണ്ട്. ഭർത്താവിനോടോ മക്കളോടോ ഒന്നും ഇതുവരെ ഒരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല. അപ്പം ഭാർഗവി പറയുന്നുണ്ട്, അവർ ദാനമായിട്ട് തന്ന ആ ഭിക്ഷ നമുക്ക് വേണ്ട കുഞ്ഞ്. ദേവിക കുഞ്ഞ് ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന എൻ്റെ അഭിപ്രായം. അത് തന്നെ ഭാർഗവി, എൻ്റെയും തീരുമാനം. ഞാനൊന്ന് വിളിച്ചു പറയാത്ത താമസമേ ഉള്ളൂ ദേവിക ഇലക്ഷനിൽ നിന്നും പിന്മാറാൻ. നന്ദനും ദേവികയും അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടതും അവിടെ വെച്ചുണ്ടായ ഉടക്കൊന്നും അറിയാതെയാണ് പ്രഭാവതി വളരെ നിസ്സാരമായിട്ട് ദേവികയെ പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ദേവികയെ വിളിക്കുന്നുണ്ട്. എന്തിനാ അമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത്യാവശ്യമായിട്ട് ദേവിക വീട്ടിലേക്ക് വരണം. ഇല്ലമ്മ, ധിക്കാരായിട്ടൊന്നും കരുതണ്ട. ഞാനിനി നന്ദൻ വന്ന് വിളിക്കാതെ അങ്ങോട്ടേക്കില്ല. നന്ദു ആണ് എന്നെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇനി നന്ദു തന്നെ വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല. അമ്മയ്ക്കും നന്ദുവിനും ഉള്ളതുപോലെ എനിക്കും ഉണ്ടൊരു വ്യക്തിത്വം. വളരെ അത്യാവശ്യമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മത്സരത്തെക്കുറിച്ച് ഒരത്യാവശ്യ കാര്യം പറയാനാ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് മത്സരമൊന്നല്ല, എൻ്റെ ജീവൻ പോകുന്ന കാര്യമായാലും നന്ദു വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് അധികം താമസിക്കാതെ അരുന്ധതി പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്. ദേവികയുടെ സ്ഥാനാർത്ഥിത്വം മുടക്കാൻ വേണ്ടിയിട്ട് എന്ത് തറവേല കാണിക്കാനും പ്രഭാവതി മടിക്കില്ലെന്ന് എനിക്കറിയാം. അന്നേരം പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട്, നീ എഴുതി വെച്ചോ, വിജയിക്കാൻ പോകുന്നത് ഈ പ്രഭാവതി തന്നെയായിരിക്കും. അങ്ങനെ നന്ദനെ അത്യാവശ്യമായിട്ട് തന്നെ പ്രഭാവതി വിളിച്ചു വരുത്തുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് ദേവികയോട് ചില അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ട്. നീ എത്രയും പെട്ടെന്ന് പോയി ദേവിയെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് ഞാൻ പോകേണ്ട കാര്യം എന്തുവാ? അമ്മയ്ക്കങ്ങ് വിളിച്ചാൽ പോരെ? ഞാൻ വിളിച്ചു, നീ ചെന്ന് വിളിക്കാതെ അവൾ വരത്തില്ലെന്ന് വാശിയില്ല. അവൾക്ക് അത്ര അഹങ്കാരോ? എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇതിൻ്റെ പേരിൽ നീ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനാ എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളെ പോലെ ഒരുത്തിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും കണ്ട ഭാവം പോലും എടുക്കത്തില്ലെന്ന്. അതിൻ്റെ ഫസ്റ്റ് തുടക്കമായത്. അത് കേട്ടിട്ട് പ്രഭാവതി ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും മോൻ പോയി വിളിച്ചിട്ട് വരാൻ പറയുമ്പോൾ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ദേവികയെ വിളിക്കാനായിട്ട് നന്ദൻ അങ്ങ് പോകുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രമതിയാണെങ്കിൽ ദേവികയുടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ചെല്ലുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന് തനിക്ക് കൂടി ഇറങ്ങണം. ദേവികയുടെ നിരപരാധിത്വം മനസ്സിലാക്കി ദേവികയോട് യാതൊരു പരാതിയോ പരിഭവമോ ഒന്നും ചന്ദ്രമതിക്കില്ല. മാത്രമല്ല ബലരാമനും സിദ്ധാർത്ഥൻ സാറും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞത്. ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഉത്സവമാണ്, ഒരുപാട് പേര് വീട്ടിൽ വരുന്ന ഒരു ആഘോഷം. അങ്ങനെയൊക്കെ വളർന്ന ചുറ്റുപാടായതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഇത്തവണത്തെ ഇലക്ഷൻ പ്രചരണത്തിന് ദേവികയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ഇറങ്ങും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദേവികയെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നന്ദനും ദേവികയായിട്ടുള്ള കുടുംബ പ്രശ്നം തലയിൽ കയറ്റി വെക്കരുത്, അതതിൻ്റെ വഴിക്ക് പൊക്കോളും, ഇലക്ഷന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ സാറും ചന്ദ്രമതിയും അരുന്ധതിയും ത്യാഗരാജനും എല്ലാവരും കട്ടയ്ക്ക് നമ്മുടെ ദേവികയ്ക്ക് കൂട്ടു നിൽക്കുമ്പോൾ പ്രഭാവതി മാത്രമാണ് ഒറ്റയാൾ പോരാട്ടം ദേവികയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താതിരിക്കാനും അല്ലെങ്കിൽ ദേവിക മത്സരിച്ച് വിജയിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്നത്. അങ്ങനെ നന്ദൻ ദേവികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ബൈക്കിൽ നിന്ന് ഇറങ്ങി പോലും ചെയ്യാതെ രാധികാമ്മയോട് പറയുന്നുണ്ട്, അമ്മ അവളെ ഇങ്ങ് വിളി, പോയിട്ട് തിരക്കുണ്ട്. അന്നേരം സന്തോഷത്തോടെ രാധികാമ്മ പറയുന്നുണ്ട്, സന്തോഷമായി മോനെ, എന്തായാലും പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയല്ലോ. കോംപ്രമൈസ് ആയെന്നോ? ഒരു പ്രശ്നവും മാറിയിട്ടില്ല, അവിടെ എന്തോ സംസാരിക്കാനുണ്ട്, അതിന് ശേഷം ഇവിടെ കൊണ്ട് നാക്കിയേക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരിക ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരിക്കാനാണ് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നത്? അത് നീ നിൻ്റെ ചേച്ചിയോട് ചോദിക്കാൻ. നന്ദൻ ഒരല്പം കലിപ്പിച്ച് ശാരികയോട് പറയുന്നു. ആരോടും ഒരു സ്നേഹവും ഇല്ല ദേവികയായിട്ടുള്ള ദേഷ്യത്തിന്. അന്നേരം ദേവികയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്.
നമ്മൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആവാതെ ഞാൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ഇനിയില്ല. എനിക്കും ഒരു വ്യക്തിത്വമുണ്ട്, അതും മറക്കണ്ട. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സഹോദരിയോടും അമ്മയോടൊന്നും ചൂടായി സംസാരിക്കേണ്ട കാര്യമില്ല നന്ദുവിന്. ഞാനും നന്ദുവും കൂടിയാണ് പ്രശ്നമുള്ളത്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, ഓഹോ, സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോഴേ നിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റമായോ? നന്ദുവിന് എന്ത് വേണമെങ്കിലും കരുതാം. ഇപ്പം കരുതിയിരിക്കുന്നതെല്ലാം ശരിയാണെന്നല്ലേ തോന്നൽ. അതൊക്കെ മാറുന്ന ഒരു സമയം വരും. അപ്പം നന്ദുവായിട്ട് തന്നെ എന്നെ തിരക്കി വരും. ഒരിക്കലും വരില്ല. നന്ദൻ ഒരിക്കലും ഇനി ദേവികയെ വേണ്ട. ദേവികയെ തിരക്കി വരുന്ന ഒരു കാലം ഉണ്ടാകത്തുമില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട്, ആർക്കാ എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവരിങ്ങോട്ട് വരാൻ പറ. ഞാനെന്തായാലും നന്ദുവിൻ്റെ കൂടെ ചന്ദ്രോത്ത് വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളും കയറിപ്പോകുന്നു. ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിന്നില്ല, അതിനു മുമ്പിട്ടേ സംസാരത്തിലുള്ള അഹങ്കാരം കണ്ടില്ലേ മോളുടെ? ആയിക്കോട്ടെ, ഞാനെന്തായാലും അവിടെ പോയി അറിയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദനും ദേഷ്യത്തോടെ പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് ശാരികയും രാധികയും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അമ്മയുടെ വിഷമം കണ്ടിട്ട് ശാരിക പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിലും നന്ദേട്ടൻ കാര്യമൊന്നും അറിയാതെ ഒരല്പം അഹങ്കാരമാണ് കാണിക്കുന്നത്. നിനക്കങ്ങനെയൊക്കെ പറയാം. ഒരമ്മയുടെ മനസ്സ് നിനക്കറിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇതെങ്ങോട്ട് പോകുക ഈശ്വര?